നമ്മുടെ വക്കത്ത് നടന്നൊരു മാറ്റർ ഉണ്ടായിരുന്നു. ആ വക്കത്ത് 2 ഗ്രൂപ്പ്സ് തമ്മിൽ അടിയുണ്ടായി. രണ്ട് ഗ്രൂപ്പ്സ് ഒരു കാര്യമില്ല, 2 ഗ്രൂപ്പ്സ് തമ്മിൽ വെറുതെ അടിയുണ്ടായതാണ്. പക്ഷെ അത് സംഭവം അത് പത്രക്കാരും നാട്ടുകാരും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് ടേക്കപ്പ് ചെയ്ത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര സംഭവമായിട്ട് അവർ പറഞ്ഞു ഇത് കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ്. ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് വന്നതിന് ശേഷം ഇവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് ഇവരെല്ലാവരും കൂടെ അടിച്ചു കൊന്നതാണെന്നും പറഞ്ഞു കേസ് 5-6 പേർക്കെതിരെ ചാർജ് കൊടുത്തു. ട്രിവാൻഡ്രം സെഷൻസ് കോർട്ടിലായിരുന്നു എൻ്റെ ട്രയൽ വന്നത്. ആ ട്രയൽ വന്നപ്പോഴത്തേക്ക് അന്ന് ആ ജഡ്ജ് ജസ്റ്റിസ് ഹരിപാലാണ്. ഇപ്പം നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മെമ്പറായിരിക്കുന്ന ജസ്റ്റിസ് ഹരിപാലിൻ്റെ മുമ്പിലാണ് ആ ട്രയൽ വന്നത്. ദേവകുമാറായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ ആ കേസ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു സൈഡ് മുഴുക്ക വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിറ്റ്നസ്സാണ്. ഒരു തരത്തിൽ നമുക്ക് പൊളിക്കാൻ പറ്റുകയില്ല. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് CCTV ഫുട്ടേജ് ഉണ്ട്. ആ CCTV ഫുട്ടേജും ഇവർ പറയുന്നതുമായിട്ട് ഇപ്പോൾ രണ്ടും യാതൊരു ബന്ധവുമില്ല. തന്നെ റിലേറ്റ് ഓൺ ദ CCTV ഫുട്ടേജ് നോക്കുമ്പോൾ അറിയാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും തർക്കമാവുന്നതും അതിൽ ഇവനെ അടിക്കുന്നതും അടി കൊണ്ട് നിവൃത്തിയില്ലാതെ അവൻ തറയിൽ ഒരു കമ്പെടുത്ത് ഒരുത്തന്നെ തലയിൽ അടിച്ച് പൊട്ടിക്കുന്നതൊക്കെയാണ് ആ CCTV ഫുട്ടേജ്. അപ്പോൾ പോലീസ് കേസിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വെർഷനാണ് CCTV ഫുട്ടേജ്. ഐ റിലൈഡ് ഓൺ ദ CCTV ഫുട്ടേജ്. അപ്പം കോടതി അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മർഡർ ചെയ്ത് അമ്മമാർ രക്ഷപ്പെട്ടു. അമ്മമാർക്ക് 8 ഇയേഴ്സോ 10 ഇയേഴ്സോ എന്തോ അടിച്ചു. അതിനകത്ത് ചെയ്തവന്മാർക്ക് മാത്രം. അതൊരു ഒരു ഭയങ്കര ഒരു മെമ്മറബിൾ കേസാണ്. പിന്നെ ഐ ഡിഡ് സൂര്യനെല്ലി, പിന്നെ പന്തളം കേസ് ചെയ്തു. പന്തളം കേസിനകത്ത് 2 പ്രൊഫസേഴ്സ് ഇൻവോൾവ് ആയിരുന്നു. എവിടെ? NSS കോളേജിൽ. അതിലൊരു പ്രൊഫസർ സൂയിസൈഡ് ചെയ്തിരുന്നു. പക്ഷേ പുള്ളിയെ ചാർജ് ഷീറ്റ് ചെയ്തില്ല. പക്ഷേ പുള്ളിക്കെതിരെ അലിഗേഷൻസ് ഉണ്ടായിരുന്നു, ചാർജ് ഷീറ്റ് ചെയ്തില്ല. പിന്നെ വേറൊരു പ്രൊഫസറിനെ ചാർജ് ഷീറ്റ് ചെയ്തു. അയാളന്ന് ലെക്ചറാണ്, അയാൾ ചാർജ് ഷീറ്റ് ചെയ്തു. 2 പ്രൊഫസേഴ്സിനെ ചാർജ് ഷീറ്റ് ചെയ്തു. പിന്നെ ഒരു കോൺട്രാക്ടർ വേണമെന്നും പറഞ്ഞൊരുത്തനോ അയാൾ ചാർജ് ഷീറ്റ് ചെയ്തു. പിന്നെ ഒരു പ്രൊഫഷൻ കട നടത്തുന്ന ഒരുത്തൻ. അതിനകത്തൊരു അറേ ഓഫ് അക്യൂസ്ഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് പിവട്ടൽ അക്യൂസ്ഡിന് വേണ്ടി അപ്പിയർ ചെയ്തത് TV പ്രഭാകർ സാറിൻ്റെ ലാസ്റ്റ് കേസുകളിലൊന്നായിരുന്നത്. അദ്ദേഹം അന്ന് നല്ല പ്രായമായി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ട്രയൽ കേസുകളെന്ന് വേണേൽ പറയാം. ആ ഒരു കേസായിരുന്നു. എനിക്ക് അതിനകത്ത് 4 പ്രതിയുടെ വക്കാലത്തുണ്ടായിരുന്നു. ആ കേസിനകത്ത് പക്ഷേ നമുക്ക് ആരെയും ഊരിയെടുക്കാൻ പറ്റിയില്ല. എല്ലാവരും അടിച്ചു. അത് ആരായിരുന്നു? അത് ചന്ദ്രശേഖര പിള്ളയായിരുന്നു ട്രയൽ. അവസാനം അദ്ദേഹം പിന്നെ CBI സ്പെഷ്യൽ ജഡ്ജായി, CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി റിട്ടയർ ചെയ്തു. ഇപ്പം അദ്ദേഹം റിട്ടയർഡ് ലൈഫാണ്. അദ്ദേഹമാണ് എല്ലാവരെയും കൺവിക്ട് ചെയ്തു. അത് പക്ഷേ ദാറ്റ് വാസ് ഹേർഡ് ബൈ അപ്പീൽ വാസ് ഹേർഡ് ബൈ ജസ്റ്റിസ് ബാബുദാസൻ. ആദ്യത്തെ കുറേ ഒരാഴ്ചയോളം കേട്ടു. ഒരാഴ്ചയോളം ബാബുദാസ് പ്രതികളുടെ കൂടെയായിരുന്നു. കാരണം അതിനകത്ത് ആ കേസിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓരോ ദിവസവും ഓരോരുത്തരുടെ കൂടെ പോവുക, പിന്നെ വീണ്ടും അതേ ആളുടെ അടുത്ത് തന്നെ പോവുക, പിന്നെ അവരുടെ കൂടെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക. അപ്പോൾ അതെല്ലാം കൺസെൻറ്റ് കൂടിയല്ല, അതൊക്കെ ബൈ ഫോഴ്സ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒരുപാട് വാദതടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ പോയിൻറ്റ്സൊക്കെ വെച്ചുകൊണ്ട് ബാബുദാസിന് ആദ്യമേ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി ജഡ്ജ്മെൻറ്റ് എഗൻസ്റ്റായി. അത് ട്രയൽ ജഡ്ജ്മെൻറ്റ് അതുപോലെ തന്നെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്ത് സുപ്രീം കോടതി പോയിട്ട് SLP പോലും നിന്നില്ല. SLP തെറിച്ചു, കിട്ടിയില്ല. അവരെല്ലാവരും അവരുടെ ടേം സെൻറ്റൻസ് കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങി. ഇപ്പോൾ ഇങ്ങനെ പല ജോലികളും ചെയ്ത് നിൽക്കുന്നവർ. ചില അക്യൂസൊക്കെ മരിച്ചു. അല്ല, അതിനകത്ത് വളരെ രസമാണ്. ജസ്റ്റിസ് ബാബുദാസിൻ്റെ ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞൊരു ഋഗ്വേദയിൽ അങ്ങനെ ഒരു സ്റ്റാൻസ് ഇല്ലേ? അപ്പോൾ ആ സ്റ്റാൻസിലാണ് ആ ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത്. മേ ബി ദാറ്റ് വുഡ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഹിം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരുപാട് നല്ല ഡിഫൻസും നല്ല പ്രോസിക്യൂഷനും ഉണ്ടായിരുന്ന കേസാണ്. ഐ തിങ്ക് പ്രോസിക്യൂട്ടർ നമ്മൾ ഇദ്ദേഹമായിരുന്നു, സുരേഷ് ബാബു, കോട്ടയത്തെ സുരേഷ് ബാബു. പിന്നീട് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനൊക്കെ ആയി. സുരേഷ് ബാബു വാസ് എ വെരി ഗുഡ് പ്രോസിക്യൂട്ടർ. സൂര്യനെല്ലി കേസിനകത്ത് സുരേഷ് ബാബു തന്നെയാണ്. പുള്ളിക്കാരൻ്റെ 2ാമത്തെ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ ആയിരുന്നു ഇത്. ഇതേപോലത്തെ ഒരു സെൻസേഷണൽ കേസിനകത്ത് സ്പെഷ്യൽ പ്രോസിക്യൂഷൻ ആയിരുന്നു. ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആ ബേസിക്സ് ആയിട്ടുള്ള A to Z വരെയുള്ള അന്വേഷണം മുഴുവൻ ലീഡ് ചെയ്തതും ഈവൻ CD എഴുതിയത് പോലും ഇത് സിമേ സാറാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സിമേ സാർ ഒരു ഭയങ്കര റെപ്യൂട്ടേഷനുള്ള ഒരു ഓഫീസറാണ്. അപ്പോൾ ആരും സിബി മാത്യു കള്ളം ചെയ്തു, സിബി മാത്യു ആരെങ്കിലും കള്ളക്കേസ് കുടിക്കുമെന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് എറിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ഫാക്ടറായിരുന്നു അതിനകത്ത്. ആ കേസിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഈ പറഞ്ഞ ഈ സൂര്യനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോസ്റ്റ് ഓഫീസിനകത്ത് പോസ്റ്റ് മാസ്റ്ററുടെ മകൾ, ആൻഡ് ഐ തിങ്ക് ഷീ വാസ് ഒരു ബിലോ 18 ആയിരുന്നു. അവർ 17-18 ആ ഒരു ഏജിലുള്ളവർ. അപ്പോൾ അവർ ഇതുപോലെ അവരവരുടെ കാമുവിനെ കാണാനായിട്ട് ആരെന്നും പറഞ്ഞുകൊണ്ട് അവർ ബസ്സിൽ കയറി പോകുന്നു. ബസ്സിൽ കയറി പോയിട്ട് അവരെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ സെക്കൻഡ് അക്യൂസ് ഉഷ, ഷി വാസ് എ നൊട്ടോറിയസ് പ്രോസ്റ്റിറ്റ്യൂട്ട്, ഐ ഡിഫെൻഡഡ് ഹർ. അപ്പം അവർ വെച്ച് കാണുന്നു. എന്നിട്ട് അവനെ ഈ പെൺകുട്ടിയെ പിന്നെ ധർമ്മരാജന് പരിചയപ്പെടുത്തി കൊടുത്തു.
ധർമ്മരാജനെ പരിചയപ്പെടുത്തി. ഒരു ധർമ്മരാജനും ഇയാളും ഇവളും കൂടെ ഒരു ദിവസം രാത്രിയിൽ അവിടെ കോട്ടയത്ത് തന്നെ ഒരു ലോഡ്ജിൽ, അതായത് ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ലോഡ്ജിൽ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ പെൺകുട്ടിയും കൊണ്ട് എറണാകുളത്ത് പോയി. എറണാകുളത്ത് നിന്ന് പിന്നെ പാലക്കാട്ട് പോയി. പാലക്കാട്ട് നിന്ന് കുറവലങ്ങാട് പോയി. കുറവലങ്ങാട് നിന്ന് പിന്നെ കന്യാകുമാരി തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് ഹോട്ടൽ ഗീത്തിൽ താമസിച്ചു. ഇതൊക്കെ പ്രോസിക്യൂഷൻ കേസിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്, ഞാൻ പറയുന്നതല്ല. ഹോട്ടൽ ഗീത്തിൽ താമസിച്ചു. ഹോട്ടൽ ഗീത്തിൽ നിന്ന് പിന്നെ അവർ കന്യാകുമാരി പോയി. കന്യാകുമാരിയിൽ നിന്ന് പിന്നെ ഈ പെൺകുട്ടിയും കൊണ്ട് ഇവന്മാർ കമ്പത്ത് പോയി. കമ്പത്ത് നിന്ന് പെൺകുട്ടിയെ റിലീസ് ചെയ്തു. ബൈ ദാറ്റ് ടൈം ദിസ് ഗേൾ വാസ് എന്താ പറയുക അഫക്റ്റഡ് വിത്ത് വെനറൽ ഡിസീസ്. അതായിരുന്നു ചാർജ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ദിസ് ഗേൾ വാസ് ബീങ് സോൾഡ് ടു സോ മെനി പേഴ്സൺസ് എന്നുള്ളതായിരുന്നു പോലീസ് സിമസാറിൻ്റെ ചാർജ്. അതിനകത്ത് മേജർ അക്യൂസ്ഡ് എല്ലാം അകത്ത് പോയി. ഐഡൻറ്റിഫൈ ചെയ്യാത്ത 2-3 പേര് മാത്രമേ രക്ഷപ്പെട്ടു ട്രയൽ കോർട്ടിൽ. സൂര്യനെല്ലി കേസിനകത്ത് സൂര്യനെല്ലി കേസിനകത്ത് ഒരാളുടെ പേരുണ്ടായിരുന്നു. ഹോട്ടൽ ഗീത്തിൽ വന്നോന്നും പറഞ്ഞ ഒരാളുടെ പേരുണ്ടായിരുന്നു. തിരുവനന്തപുരം ഹോട്ടൽ ഗീത്തിനകത്ത് ആ സിനിമാ താരത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ല, അദ്ദേഹം ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നും പറഞ്ഞൊരു ഒരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സിബിഎം സാർ അങ്ങനെ ചെയ്യുമെന്നുള്ള. സാർ അങ്ങേരുടെ അധ്യാപകരാണെങ്കിലും പുള്ളിക്കാരൻ വേണേൽ പ്രതിയാക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് അദ്ദേഹം ഒരു മേഴ്സിയുള്ള ഒരാളല്ല. അപ്പം ശരിക്കും അതിനകത്ത് ഇൻവോൾവ് ആണെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി വിടുന്ന ഒരാളല്ല പുള്ളി. കാരണം എനിക്കറിയാം ഈ എൻ റാമിനെതിരെ പുള്ളിക്കാരൻ ഡിഫമേഷൻ കൊടുത്തു. ഡിഫമേഷൻ കൊടുത്തപ്പോഴത്തെ ഐ വാസ് അപ്പിയറിങ് ഫോർ സിബി മാത്യൂസ്. അപ്പോൾ അന്നിങ്ങനെ ഈ അന്ന് ഒത്തിരി ജേർണലിസ്റ്റ് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. നയനാരായിരുന്നു അന്ന് ചീഫ് മിനിസ്റ്റർ. അപ്പം എൻ റാം എന്ന് പഴയ എസ് എഫ് ഐയുടെ ഫൗണ്ടിങ് ലീഡേഴ്സ് ഒരാളായാലും ഇറ്റ്സ് എ വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. അപ്പോൾ ഇങ്ങനെ ദർ വാസ് എ ന്യൂസ്, അതായത് ചീഫ് മിനിസ്റ്റർ നയനാർ സിബി മാത്യുവിനെ വിളിച്ച് പറഞ്ഞു ഹി ഷുഡ് വിഡ്രോ ദാറ്റ് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ജേർണലിസ്റ്റ് ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയ ഒരു വാർത്തയാണ്. അപ്പോൾ ഞാൻ സിബി സാർ ഒരു ഓഫീസിൽ വന്നു. ഞാൻ പറഞ്ഞു സാർ ഈ കേസ് മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെന്താ അങ്ങനെ ഒരു സംശയം? ഞാൻ സാർ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു, ഈ കേസ് വിഡ്രോ ചെയ്യും. എന്താ ഞാനങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സാർ, ഞാൻ കേട്ടത് ഞാൻ സാറിനോട് പറയാം. ഇതുപോലെ ചീഫ് മിനിസ്റ്റർ നയനാർ കോൾഡ് യു, എന്നിട്ട് സാറിൻ്റെ അടുത്ത് ഈ കേസ് വിഡ്രോ ചെയ്യണം ബിക്കോസ് എൻ റാം ഹാപ്പൻസ് ടു ബി എസ് എഫ് ഐയുടെ പഴയ ഫൗണ്ടർ ലീഡറുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സിബി സാർ എന്നോട് പറഞ്ഞ വാക്ക്. അജിത്തെ, ഞാനൊരു കപ്പ്യാരുടെ മകനാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ടാണ് എനിക്ക് IPS കിട്ടിയത്. എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ ഈ കേസ് കൊടുക്കുന്നത് വളരെ ആലോചിച്ച് തന്നെയാണ് കേസ് കൊടുത്തത്. അതുകൊണ്ട് ഈ കേസ് തോക്കുകയോ ജയിക്കുകയോ എന്തോ ചെയ്യട്ടെ, തനിക്ക് പറ്റുമെങ്കിൽ താൻ്റെ കേസ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് കൃത്യമായിട്ട് എല്ലാ വിചാരണയ്ക്കും അദ്ദേഹം ഓഫീസിൽ വരും. കാറ് കൊണ്ടുവന്ന് കോടതിക്കകത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യും. സിവിൽ ഡ്രസ്സിലേ വരത്തുള്ളൂ. കൃത്യമായിട്ട് ഓരോ പോസ്റ്റിങ്ങിനും 500 രൂപ നമുക്ക് ഫീസ് തരും. ഹി വിൽ കം ആൻഡ് സിറ്റ് ഇൻ മൈ ഓഫീസ് ലൈക്ക് ആൻ ഓർഡിനറി ക്ലയൻറ്റ്. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കേസ് നേരത്തെ വിളിക്കണമെന്നോ അങ്ങനെ ഒരു ടൈപ്പല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല, സൂര്യനെല്ലി കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുത്ത അദ്ദേഹമാണ്. പക്ഷേ എൻ്റെ പ്രതിക്ക് അതിനകത്തൊരു ഡിഫറൻറ്റ് വെർഷൻ ഉണ്ടായിരുന്നു. എനിക്കതിൻ്റെ സെക്കൻഡ് അക്യൂസ്ഡ് ഒരു ലേഡി, ഷീ വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. അല്ല, ഈ സൂര്യനെല്ലി കേസ് പോലെ ഇത്രമാത്രം കേരളത്തിൽ സംസാരിക്കപ്പെട്ടിട്ടുള്ള റേപ്പ് കേസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ ഒരു 10-40 വർഷത്തെ ജുഡീഷ്യൽ ഹിസ്റ്ററി എടുത്താൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ ഇത് സൂര്യനെല്ലി കേസ് ഇത്രയും വലിയ പ്രശ്നമാവാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 2 അക്യൂസ്ഡ് വന്നു. ഒന്ന്, ആ മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടിയുടെ ചീഫ് ഇലക്ഷൻ കൺവീനർ ആയിരുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് ഞാൻ മറന്നു, ആലുവക്കാരൻ ഒരാളാണ്. അയാൾ ഇതിനകത്ത് പ്രതിയായി. അയാൾ പ്രതിയായപ്പോഴത്തേക്ക് ഐ ഫർഗോട്ട് ഹിസ് നെയിം. അയാൾ പ്രതിയായപ്പോഴത്തേക്ക് ഇത് ഭയങ്കര സംഭവമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കോട്ടയത്തൊരു ടോക്ക് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ട് സാധ്യതയുള്ള ഒരാളാണ് ഇയാളെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അത് അങ്ങ് ചൂടായി. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് PJ കുര്യൻ ഇൻവോൾവ് ആണെന്നും പറഞ്ഞ് ജനാർദ്ദന കൗർ സാർ ഒരു സ്വകാര്യ അന്യായമായിട്ട് വന്നിട്ട് അതങ്ങ് ഭയങ്കരമായിട്ട് അതങ്ങ് കത്തി. എന്നിട്ട് നോട്ട് ഓൺലി ദാറ്റ്, അതിനകത്ത് പീരുമേട് മജിസ്ട്രേറ്റ് കോടതി കൊണ്ടുവന്നിട്ട് അദ്ദേഹം കുറുപ്പ് സാർ പെറ്റീഷൻ ഫയൽ ചെയ്തു, പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു PJ കുര്യനെ പ്രതിയാക്കണമെന്ന് പറയും. എന്നിട്ട് ഈ മാറ്റർ കെയിം അപ്പ് ടു ഹൈക്കോർട്ട്. എന്നിട്ട് ഹൈക്കോടതിയിലാണ് അത് കോൾ ചെയ്ത് പോയത് PJ കുര്യനെ. പക്ഷേ ഈ PJ കുര്യൻ്റെ കാര്യത്തിൽ ഐ സ്റ്റിൽ റിമെമ്പർ, PJ കുര്യൻ്റെ കാര്യത്തിൽ സിബി മാത്യു സാറിനോട് ഞാൻ ചോദിച്ച കാര്യമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അജിത്തെ എനിക്ക് ഇതിനകത്ത് ഒരുത്തിനെയും പേടിക്കേണ്ട കാര്യമില്ല, ആരെയും പ്രതിയാക്കണമെന്നും എനിക്ക് താല്പര്യമില്ല, പ്രതിയാക്കാതിരിക്കണമെന്നും താല്പര്യമില്ല. ഉള്ളവനൊക്കെ ചെയ്തവന്മാരെയൊക്കെ ഞാൻ പ്രതിയാക്കിയിട്ടുണ്ട്. എനിക്ക് വിശ്വസിച്ച് ചെയ്തു എന്ന് എനിക്കറിയാവുന്ന ഒരുത്തിനെയും ഞാൻ വിട്ടിട്ട് എല്ലാവരെയും ഞാൻ പ്രതിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു ബോഡി സ്ട്രക്ചർ, ഒരു ബോഡി ടൈപ്പിൽ ഒരാൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് PJ കുര്യനല്ല എന്നുള്ളത് ഐ കൺഫേംഡ്. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ സാർ കൺഫേം ചെയ്തു? അത് PJ കുര്യന് ഒരു സ്വഭാവമുണ്ട്. അന്ന് ഈ മൊബൈലൊന്നുമില്ല.
എവിടെ പോയാലും ആദ്യം പുള്ളി നോക്കുന്ന അവിടെ ഒരു ഫോണുണ്ടോ എന്ന് നോക്കും. ഇത് ഡിഫാമേറ്ററി ആണോ എന്ന് എനിക്കറിയത്തില്ല, നാളെ അദ്ദേഹം കേസായിട്ട് വരുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാം ഫോണുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഫോൺ എടുത്തേച്ച് പതുക്കെ പുള്ളി ഡയറി ചെയ്ത് നോക്കും അതിനകത്ത് STD ഉണ്ടോ എന്ന്. STD ഉണ്ടെങ്കിൽ അവിടുന്ന് ഒരു 15 STD എങ്കിലും വിളിക്കും. അങ്ങനെ പുള്ളി 2-3 വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഈ പറയുന്ന ഈ ജനാർദ്ദൻ കുമ്പ് സാർ പോയി എന്ന് പറയുന്ന സമയത്തൊക്കെ ഈ ചില വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, അവർ കള്ളം പറഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ വീട്ടിൽ പോയിരുന്നൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഫോൺ ലിസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ഇയാൾ യാതൊരു സാഹചര്യത്തിലും ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരനെ പ്രതിയാക്കത്തെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഐ ഡോണ്ട് നോ. അതൊക്കെ പിന്നീട് സുരേന്ദ്രൻ കേസിൻ്റെ ട്രയലെല്ലാം കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ സംസാരം ഇതിലുണ്ടാകുന്നത്. അപ്പം അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അവരുടെയൊക്കെ ഫാമിലിയൊക്കെ തകർന്നു പോയി, തരിപ്പണമായി പോയി. എവരിബഡി, ഒരാൾ പോലും ഇല്ല. അതിനകത്ത് നേരത്തെ ആ പുതുപ്പള്ളിയിൽ ഇലക്ഷൻ കൺവീനർ ആയിരുന്ന പുള്ളിക്കാരൻ മരിച്ചു. പുള്ളിക്കാരൻ പിന്നെ പാർട്ടിയിൽ നിന്ന് ഔട്ടായി. ഈ വെൻ്റ് ഔട്ട് ഓഫ് പൊളിറ്റിക്സ്. വളരെ ഭയങ്കര പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഉണ്ടായിരുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു അയാൾ. ഈ ലോസ്റ്റ് ഹിസ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ. അങ്ങനെ എല്ലാവരും തരിപ്പണമായി പോയി.